വയനാട്ടിലെ മുണ്ടക്കൈ ചുരൽമല ഗ്രാമങ്ങളെ ഉരുളെടുത്തിട്ട് ഇന്നേക്ക് 2 വർഷം തികയുകയാണ്. 2024 ജൂലൈ 30 പുലർച്ചെ 2 തവണയായി ഉണ്ടായ ഉരുൾപൊട്ടലിൽ 298 പേർ മരിച്ചതായാണ് ഔദ്യോഗിക കണക്ക്. ഇതിൽ 32 പേരുടെ മൃതദേഹം ഇനിയും കണ്ടെത്താനായിട്ടില്ല. മാതൃഭൂമി ന്യൂസിലൂടെ ജൂലൈ 29 ദുരന്തത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയ പുഞ്ചിരിമട്ടത്തെ രാമസ്വാമിയാണ് കണ്ടെത്താനുള്ളവരുടെ പട്ടികയിൽ ഒന്നാമതുള്ളയാൾ. ഞാൻ ജനിച്ച ദിവസമാണ് ജൂലൈ 29. പക്ഷെ 2024 ജൂലൈ 29 ഇനി ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ മറക്കാൻ കഴിയില്ല. അന്ന് പുഞ്ചിരിമട്ടത്ത് വരുമ്പോൾ ഇവിടെ ഈ മരപ്പാലം നിൽക്കുന്ന സ്ഥലത്ത് ഒരു കോൺക്രീറ്റ് പാലമായിരുന്നു. ആ പാലത്തിനടിയിലൂടെ പുന്നപ്പുഴ ഒരു രാക്ഷസഭാവത്തിൽ കുത്തി ഒഴുകുന്നുണ്ടായിരുന്നു. പാലത്തിന് മുകളിൽ എന്നോട് സംസാരിക്കാൻ ഇവിടെ ഈ തോട്ടത്തിൽ താമസിച്ചിരുന്ന രാമസ്വാമി ഉണ്ടായിരുന്നു. വയനാട്, മലപ്പുറം ജില്ലകളുടെ അതിർത്തിയായ മുണ്ടക്കൈയിൽ ഇന്നലെ രാത്രി മുതൽ കനത്ത മഴയാണ്, അതിതീവ്ര മഴയാണ് പെയ്യുന്നത്. മുണ്ടക്കൈ പുഞ്ചിരിമട്ടത്തെ പുഴ ഒഴുകി വരുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. ഈ ഞാൻ നിൽക്കുന്ന പുഞ്ചിരിമട്ടം പാലത്തിന് മുകളിലൂടെയാണ് രാവിലെ പുഴ ഒഴുകിയത് എന്നാണ് നാട്ടുകാർ പറയുന്നത്. 3 മണിക്ക് തുടങ്ങിയ രാത്രി 3 മണിക്ക് തുടങ്ങിയിട്ട് ഈ മഴ വിട്ടില്ല. അപകടമുണ്ട്, ഇനി പൊട്ടാണ്ട് സംഗതി. പഴയ പാലം ഇപ്പോൾ ഇവിടെ ഇല്ല. ഉരുൾപൊട്ടലിൽ ഒഴുകിപ്പോയ രാമസ്വാമിയെയും പിന്നെ ആരും കണ്ടിട്ടില്ല. പുന്നപ്പുഴ മാത്രം ഒന്നും സംഭവിക്കാത്തതുപോലെ ഇപ്പോഴും ആർത്തലച്ചൊഴുകുന്നു. പുലർച്ചെ 1:45 പുഞ്ചിരിമട്ടത്ത് നിന്നായിരുന്നു ആദ്യത്തെ ഉരുൾപൊട്ടൽ. മലമുകളിൽ നിന്ന് കുത്തിയൊലിച്ച ഉരുളിൽ പുഞ്ചിരിമട്ടത്തെ വീടുകളും കെട്ടിടങ്ങളും തുടച്ചു നീക്കപ്പെട്ടു. ആർത്തലച്ചെത്തിയ വെള്ളവും ചെളിയും കൂറ്റൻ പാറകളും പുഴയിൽ നിന്ന് ഏറെ ഉയരത്തിലായിരുന്ന മുണ്ടക്കൈ ടൗണിലേക്കും ഇരച്ചു കയറി. വീടുകളും കടകളും പള്ളിയും തകർന്നു. പുഞ്ചിരിമട്ടത്തും മുണ്ടക്കൈയിലും ഉറങ്ങിക്കിടന്നവർ മണ്ണിനടിയിലായി. തകർന്നു തരിപ്പണമായ മുണ്ടക്കൈക്ക് ഇനിയൊരു തിരിച്ചുവരവുണ്ടാകില്ല. ഉരുളിന്റെ ശക്തിയിൽ പുഴ എടുത്തെറിഞ്ഞ കൂറ്റൻ പാറക്കല്ലും തകർന്ന പള്ളിയും ഇവിടെ തന്നെയുണ്ട്. പുലർച്ചെ 3:30 രണ്ടാമത്തെ പൊട്ടലിലാണ് ചൂരൽമല സ്കൂൾ റോഡും ടൗണും ഒഴുകിപ്പോയത്. മുണ്ടക്കൈക്ക് താഴെ വന്നടിഞ്ഞ മരങ്ങളും മണ്ണും പാറക്കല്ലും പുലർച്ചെ 3:30 വീണ്ടും പൊട്ടിയൊഴുകുകയായിരുന്നു. സ്കൂൾ റോഡിലാണ് ഏറ്റവും ഭീകരമായ നാശനഷ്ടങ്ങൾ ഉണ്ടായത്. പുഴയോരത്തെ വീടുകളും വെള്ളാർമല സ്കൂളും ചൂരൽമല അങ്ങാടിയും തകർന്നു. 100 കണക്കിന് മനുഷ്യർ ഒഴുകിപ്പോയി. കിലോമീറ്ററുകൾ അകലെ ചാലിയാറിൽ നിന്നാണ് പലരുടെയും മൃതദേഹങ്ങളും ശരീരാവശിഷ്ടങ്ങളും കണ്ടെത്തിയത്. തകർന്ന വെള്ളാർമല സ്കൂളും സ്കൂൾ റോഡിലെ വീടുകളും കാടുമൂടി തുടങ്ങി. പുതിയ റോഡിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നു. ബഷീർ ഖാന്റെ ചായക്കടയിൽ നിന്ന് കണ്ടു പിരിഞ്ഞതാണ് വൈകുന്നേരം ഒരു 5 മണിക്ക്. അന്ന് രാത്രി പക്ഷേ ഈ പ്രദേശം ഇല്ലാണ്ട്. അന്ന് നമ്മൾ 4-5 മണിക്കാണ് ചായ കുടിച്ച് ഇറങ്ങിയത്. നമ്മൾ സംസാരിച്ചൊക്കെ പറഞ്ഞു പോയത്. അപ്പം തന്നെ നമ്മളൊരു മനസ്സിൽ ഒരു ആശങ്ക ഉണ്ടായിരുന്നല്ലോ, എന്തോ ഒരു മനുഷ്യ സംഭവിക്കാൻ പോകുന്നുണ്ട്. ഇപ്പോൾ പോകാൻ തന്നെ നമുക്ക് എന്താ പറയുക, ഒരു മനുഷ്യനെ കാണാനില്ല.
നിരന്തരം കണ്ട മുഖങ്ങൾ കാണാനില്ല. ടൗണിലൊരു കച്ചവട കാര്യങ്ങളില്ല. ടൗൺ ശൂന്യമാണ്. ഈ പ്രദേശത്ത് ഇപ്പോൾ ആരും വരുന്നില്ല. കുറേ പേര് ടൗൺഷിപ്പ് വിട്ട് പോയി. ഇപ്പോൾ രണ്ടാമത്തെ വർഷം കഴിയുമ്പോൾ അവരെയൊക്കെ നമ്മൾ ഇന്നും സ്മരിച്ചുകൊണ്ട് ഓർത്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോയിട്ടുണ്ട്. വ്യക്തിപരമായിട്ട് ഒരുപാട് നഷ്ടങ്ങൾ ദുരന്തം ഉണ്ടാക്കിയല്ലോ. തീർച്ചയായും എൻ്റെ ഷോപ്പ് ഉണ്ടായിരുന്നല്ലോ, നിങ്ങൾക്ക് അറിയാമല്ലോ. ഇപ്പോൾ ടൗണില്ല. നമ്മൾ ബിസിനസ്സൊന്നും ഇല്ലാത്ത സാഹചര്യം. നമ്മളത് മാത്രമല്ല, എല്ലാവരും. ബെയിലി പാലത്തിന് പകരം പുതിയ പാലം നിർമ്മിക്കാനുള്ള കരാർ നൽകി കഴിഞ്ഞു. പുന്നപ്പുഴയുടെ പുനരുദ്ധാരണവും പാതി വഴിയിലാണ്. നിർമ്മാണങ്ങളൊക്കെ പൂർത്തിയായാലും പക്ഷേ മുണ്ടക്കൈയും ചൂരൽമലയും ഒരിക്കലും പഴയതുപോലാകില്ല. കമൽ, മാതൃഭൂമി ന്യൂസ്, വയനാട്.